ഈ റൂം നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം നല്ല മോശം. ഹലോ ഗൈസ്, അങ്ങനെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം നമ്മൾ പിന്നെ ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഹൈദരാബാദ് എപ്പിസോഡ് 1ന്റെ വ്ളോഗ് ഇട്ടതിന് ശേഷം പിന്നെ ഈ ഏരിയയിലേക്കേ കണ്ടിട്ടില്ല അല്ലേ. ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എപ്പിസോഡ് 2ഉം 3ഉം ഒക്കെ പോട്ടെ, ഷോർട്സ് പോലും കൺസിസ്റ്റൻ്റ് ആയിട്ടില്ല. അത് പറഞ്ഞപ്പോഴാണ് മക്കളുടെ കാതുകുത്തിൻ്റെ ഷോർട്സ് ഇട്ടത് ചെറുതായിട്ടൊന്ന് വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എവിടെയായിരുന്നു ഇത്രയും കാലം അല്ലേ. എല്ലാ വിശേഷങ്ങളും പഴയ പറയാം കേട്ടോ. ഇപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഊട്ടിയിൽ ഒരു ചെറിയ സ്റ്റേക്കേഷന് പോയ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി നിലമ്പൂർ വഴിയാണ് കേട്ടോ നമ്മൾ വന്നത്. നാടുകാണി ചുരം കയറുന്നേക്ക് മുന്നേ തന്നെയുള്ള ഒരു നല്ല ഹോട്ടലായിരുന്നു കേട്ടോ ഇത്, ഹോട്ടൽ ഗാലക്സി. ഇവിടെ നിന്നായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ചെല്ലുന്ന ടൈമിൽ 2 ബസ് നിറച്ച ആൾക്കാരുണ്ടായിരുന്നിട്ട് പോലും നല്ല ഫാസ്റ്റ് സർവീസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്വാളിറ്റി ഫുഡും ആയിരുന്നു. ഈ വഴി യാത്ര ചെയ്യുന്ന ആർക്കും വിശ്വസിച്ച് കയറാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണത്. ചുരം കയറുമ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. നമ്മളീ പോകുന്ന റൂട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് കുറേ കുരങ്ങന്മാരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ അനിമൽസിനെയൊക്കെ കാണുന്നതും അവരായിട്ട് ഇങ്ങനെ ഇച്ചിരി ഡിസ്റ്റൻസിൽ നിന്ന് ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ. അങ്ങനെ തമിഴ്നാടിൻ്റെ നീൽഗിരീസ് ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മളെത്തിയിരിക്കുകയാണ്. നീൽഗിരീസ് ഇസ് സ്ട്രിക്ട്ലി പ്ലാസ്റ്റിക് ഫ്രീ. അപ്പോൾ ചേച്ചിമാർ നമ്മളുടെ അടുത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മളകത്തേക്ക് കയറ്റി വിടുള്ളൂ. സോ മാക്സിമം പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുപോകാതിരിക്കാൻ നോക്കുക. 1 to 4 ലിറ്റേഴ്സ് വരെയുള്ള പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കൊണ്ടുപോകണം എന്നാണെങ്കിൽ 5 ലിറ്ററിൻ്റെ ക്യാൻസ് ഒക്കെ കൊണ്ടുപോകാം. നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരുവിധം എല്ലാ കടകളിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം 5 ലിറ്റർ ക്യാൻസേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം 25,000 വരെ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് കേട്ടത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങളുടെ പ്ലാനിലൊരു മാറ്റം വരുത്തി നേരെ റിസോർട്ടിലേക്ക് പോകുന്നതിന് പകരം മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഒരു കാലത്ത് അതായിരുന്നല്ലോ ട്രെൻഡ്. അന്ന് പോയില്ല, എന്നാൽ ഇപ്പോഴെങ്കിലും പോകാമെന്ന് വെച്ചു. അങ്ങനെ മുതുമല ടൈഗർ റിസർവിൻ്റെ ബോർഡൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 2 സൈഡിലും കാടിൻ്റെ വ്യൂ ഒക്കെ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് റോഡായിരുന്നു കേട്ടോ അത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാൻകൂട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. മുമ്പിലുള്ള വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നോക്കുന്നത് കണ്ടപ്പോഴാണ് ദൂരത്തുള്ള ആ കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഒരു കൊമ്പനെ, അത്ര അടുത്തുനിന്നല്ലെങ്കിൽ പോലും മസിനഗുഡി വഴി പോയപ്പോൾ ആനനെ കാണാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പി. ഊട്ടിയുടെ എൻട്രി ചെക്ക് പോയിന്റ് എത്തുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് ഇ പാസ് ചോദിക്കും. ഒന്നെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ അത് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇ പാസ്സൊക്കെ കാണിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇനി നമുക്ക് കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കാം. കഴിഞ്ഞ വർഷം ഹൈദരാബാദ് പോയതിൻ്റെ ഒരു വ്ളോഗ് ഇട്ടതിന് ശേഷം പിന്നെ ഈ വർഷം ഒക്ടോബറിലാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ടൈം കിട്ടാത്തതും മടിയും എന്നുള്ള 2 മെയിൻ ഫാക്ടേഴ്സ് അല്ലാതെ ഫാമിലിയിലൊരു കല്യാണം ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ പാരൻസിൻ്റെ അടുത്ത് അബുദാബിയിൽ 2 months പോയി നിന്നു. പിന്നെ എൻ്റെ പാരൻസ് കുറേ കാലത്ത് അബുദാബി ജീവിതം നിർത്തി നാട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. പിന്നെ മെയിൻ കാര്യം പറഞ്ഞാൽ ഒരു 4 months ബാക്ക് നമ്മളുടെ ഒരു ഫാമിലി വെഞ്ചറായിട്ട് നമ്മളൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെയും കുറേ തിരക്കുകളുണ്ടായിരുന്നു. സാരിയ സ്റ്റോറീസ് എന്നാണ് ആ ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറിൻ്റെ പേര്. അഫോർഡബിൾ ആസ് വെൽ ആസ് പ്രീമിയം ടൈപ്പ് ഓഫ് കുർത്ത സെറ്റ്സ്, കോഡ് സെറ്റ്സ്, ഷോർട്ട് കുർത്തീസ്, അങ്ങനെ പല ഔട്ട്ഫിറ്റ്സും നിങ്ങൾക്ക് പേജിൽ കാണാൻ പറ്റും. അപ്പോൾ താഴെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ടാഗ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്തായാലും കയറി ഫോളോ ചെയ്യണം, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഈ യൂട്യൂബ് ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഒരു സപ്പോർട്ടും ലവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് ടു അവർ ഊട്ടി വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴി റോഡ് സൈഡിൽ തന്നെ കുറേ കുതിരകളിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരിട്ടൊന്ന് പോയി കാണാമെന്ന് വെച്ചു. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12:30-1 മണി ടൈമാണ് കേട്ടോ ഇത്. എന്നാലും ആ ഒരു കൂൾ ക്ലൈമറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ ടു എക്സ്പീരിയൻസ്. കുറേ കുതിരകളുണ്ട്, രസമുണ്ട്.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഊട്ടി ടൗണിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ കയറിയത് ഈ റെസ്റ്റോറൻറ്റ് ജെ മലബാർ. അവിടുന്ന് മീൽസും ബിരിയാണിയും ഒക്കെ ആയിട്ടാണ് നമ്മൾ കഴിച്ചത്. ഫുഡ് വാസ് റിയലി ഗുഡ്, 10/10. ഊട്ടി ടൗണിൽ നല്ലൊരു ലഞ്ച് സ്പോട്ട് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ കയറാം കേട്ടോ. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് കുറേ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഫൈനലി റിസോർട്ടിൻ്റെ ബോർഡ് കണ്ടു, വെസ്റ്റേൺ വാലി റിസോർട്ട്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് യെല്ലകണ്ടി നഞ്ചനാട് അങ്ങനെയാണ് കേട്ടോ. സംഭവമൊക്കെ എത്തുന്നുണ്ട്, പക്ഷെ റോഡ് നല്ല മോശം. റിസോർട്ടിലേക്ക് കയറുന്ന റോഡ് അത്യാവശ്യം നല്ല ചളകുളമായി കിടക്കുന്നുണ്ട്. വളരെ മോശപ്പെട്ട കുണ്ടും കുഴിയുള്ള റോഡൊക്കെ പാസ് ചെയ്ത് നമ്മൾ ഈ റിസോർട്ടിൻ്റെ എൻട്രൻസിൽ കൂടെ കടന്നു. എൻട്രൻസിൽ കയറിയപ്പോൾ നമുക്ക് ആ വഴി മോശമായതൊക്കെ നമ്മൾ മറന്നുപോയി. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ കയറി വന്നപ്പോൾ ഉള്ള ആ ഒരു ലുക്ക്. എൻ്റെ സൈഡിലും ഇങ്ങനെ ഫുൾ പച്ചപ്പും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ആദ്യം ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ഓൾറെഡി 2 ഗസ്റ്റ് എന്തോ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴി കുറച്ച് മോശമാണ്, പക്ഷെ ബാക്കിയൊക്കെ വന്ന് കയറിയപ്പോൾ ഉള്ള ആംബിയൻസും അടിയെല്ലാം അടിപൊളിയാണ്. റിസപ്ഷനിലേക്ക് പോകും, ആദ്യം ചെക്ക് ഇൻ ചെയ്യാം, എന്നിട്ട് ലഗേജൊക്കെ എടുക്കാനാണ് വിചാരിക്കുന്നത്. മക്കളെയൊക്കെ അവിടെ തന്നെ നിർത്തിയേക്കാണ്. ഇപ്പോൾ ഒന്നൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. ആ റിസപ്ഷനിലേക്കുള്ള വഴി കണ്ടോ, 2 സൈഡിലിങ്ങനെ ചെടികളൊക്കെ ആയിട്ട്. ഈ റിസോർട്ടിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഗ്രീനറി ആണ് ഇവരുടെ മെയിൻ. എവിടെ നോക്കിയാലും ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് ഒരു പോസിറ്റീവ് വൈബാണ് ത്രൂ ഔട്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റിസപ്ഷൻ ഏരിയ ആണ് അവർക്കുള്ളത്. ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാതെ തന്നെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സൊക്കെ വേഗം കഴിഞ്ഞു. അങ്ങനെ ചെക്കിങ് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റൂം കാണിച്ചു തരാനായിട്ട് പോകാം. അടിപൊളി ലോണാണ്. നമുക്ക് ഈ കോട്ടേജാണ്, ഇതിന് താഴെ തന്നെയാണ് നമ്മുടെ പാർക്കിംഗ് ഉള്ളത്. റെസ്റ്റോറൻറ്റ്, ഇൻഡോർ ഗെയിം ഏരിയ ഒക്കെ ആ ബിൽഡിങ്ങിലാണ് ഉള്ളത്. അത് നമ്മുടെ റൂമിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. അത് കഴിഞ്ഞില്ല അല്ലേ? നമ്മൾ 2 കാറ്റഗറി റൂംസാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് പ്രീമിയം ഫാമിലി റൂമും ഒന്ന് ഡബിൾ റൂമും. ഇപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത് അവരുടെ പ്രീമിയം ഫാമിലി റൂം കാറ്റഗറിയിൽ. ഈ കാറ്റഗറി റൂംസിൽ 2 ക്വീൻ സൈസ് ബെഡ്സ് ആണ് ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഈ റൂം നല്ലൊരു ചോയ്സ് ആയിരിക്കും. സൈഡിൽ ചെറിയൊരു സീറ്റിംഗ് സ്പേസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എവിടെ സ്റ്റേ ചെയ്യാൻ പോയാലും ആ റൂമിലെ ബാത്റൂം ഒന്ന് കയറി നോക്കുന്നൊരു ശീലമുണ്ട്. കാരണം ബാത്റൂം വൃത്തിയുണ്ടെങ്കിൽ പിന്നെ റൂമിനും വൃത്തി ഉണ്ടാവും എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ആൻഡ് ഈ റിസോർട്ടിൽ ഞങ്ങൾ സ്റ്റേ ചെയ്ത 2 റൂംസും വെരി വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഡബിൾ റൂം വിത്ത് ബാൽക്കണി വ്യൂ ആയിരുന്നു. ഫാമിലി റൂമിനേക്കാളും ഒബ്വിയസ്ലി സ്പേസ് ഈ റൂമിന് കുറവായിരുന്നു. ബട്ട് ബാക്കി എല്ലാ ഫെസിലിറ്റീസും ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ഇതിലുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമുക്കൊരു കാര്യം കാണിച്ചു തരാം. ഈ റൂം നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം തന്നെ ഈ ബാൽക്കണി വ്യൂ ആണ്. ഓക്കെ, എന്തൊരു ഭംഗിയാന്ന് നോക്കി. ബാൽക്കണി എന്നുള്ള വ്യൂവിൻ്റെ ഭംഗി എനിക്ക് എത്രമാത്രം വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ലേക്കും ആ മൗണ്ടൻസും ആ ഒരു കൂൾ ക്ലൈമറ്റിൻ്റെ ആംബിയൻസും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അത്. കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. വാ, ഇതുവഴി വാ. ഈ റിസോർട്ട് ഊട്ടി ടൗണിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. എന്നാൽ പോലും ടൗണിൻ്റെ ആ ഒരു ക്രൗഡ് ആൻഡ് കൺജഷൻ ഒഴിവാക്കി താമസിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊരു ഗുഡ് ഓപ്ഷനാണ്. സ്പേസസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഐ തിങ്ക് ഇവിടെ
ക്യാമ്പ് ഫയർ ഒക്കെ ഒരു സെറ്റാക്കിയിട്ടുള്ളൊരു പരിപാടിയായിരിക്കും. ഒക്കെ മാറ്റിക്കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് പോവുകയാണ്. ഉമ്മാക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള എന്തെങ്കിലും നെയ്യപ്പം, ഉഴുന്നുവട, പരിപ്പുവട, പഴംപൊരിയാ. അപ്പം നമ്മൾ നേരത്തെ നിന്നത് ആ സ്പോട്ടിലാണ്. ഇനി അവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയ ആണ് മുകളിൽ. ഇവിടെ താഴെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. നമുക്ക് ആദ്യം ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയയിലേക്ക് പോവാം. കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്ന ബാറ്റും ബോളും, TT, പിന്നെ ക്യാരംസ് ഉണ്ട്. പിന്നെന്താ ആർച്ചറിയാണ്. എന്താ കമ്പും വില്ലൊക്കെ പൊടിഞ്ഞെടുക്കുന്നു, ആരും യൂസ് ചെയ്തതാണ്. പിന്നെ ഒരു ഇൻഡോർ ജിമ്മുണ്ട്, ചെറിയ ഒരു വർക്കൗട്ടിനൊക്കെ വിത്ത് വ്യൂ. എന്താ വ്യൂ അല്ലേ. പിന്നെ ചെസ്സ് കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുണ്ട്. അല്ലേ വ്യൂ ഉണ്ടല്ലേ. ഈ കാണുന്ന ഹട്ടുണ്ടല്ലോ, അത് ഇവിടുത്തെ തോട ഹട്ട് കാറ്റഗറി റൂമാണ്. ഇത് ശരിക്കും ഇൻസ്പയർഡ് ആയിരിക്കുന്നത് ഊട്ടിയിൽ 2nd സെഞ്ച്വറി മുതൽ എക്സിസ്റ്റ് ചെയ്യുന്നെന്ന് അറിയപ്പെടുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയായ തോട ട്രൈബിൻ്റെ ഹട്ടുകളിൽ നിന്നാണ്. അവരുടെ ഹട്ടുകൾ ഇതുപോലെ ഒരു ഹാഫ് ബാരൽ ഷേപ്പിൽ വിൻഡോസ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ബാംബു ഹട്ട്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹട്ടിൽ നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം ഈ ഒരു കാറ്റഗറി റൂമിൽ നിന്ന് കിട്ടുന്നുണ്ടാവാം. ഏതായാലും തേയിലത്തോട്ടങ്ങളുടെ ഇടയിലുള്ള അതിൻ്റെ ലൊക്കേഷൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയയിൽ നിന്നും ഇറങ്ങിയിട്ട് നമ്മൾ തൊട്ട് താഴെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഒരു ചായയും കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് അവിടെ ചില്ല് ചെയ്തിരിക്കാൻ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. സ്പേഷ്യസ് മാത്രമല്ല, ചുറ്റിനും വ്യൂവും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ ഇരുന്നാലും തേയിലത്തോട്ടത്തിൻ്റെ വ്യൂവും ആ ഒരു ആംബിയൻസും നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുനിന്നും ഫീൽ ചെയ്യാൻ പറ്റും. ബഫേക്ക് വേണ്ടിയുള്ള സ്പേസ് അവിടെ ഒരു സൈഡിലുണ്ട്. ഫാറ്റ് ഡക്സ് റെസ്റ്റോറൻറ്റ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മൾ ചായ കുടിക്കുന്ന നേരത്ത് ചെറിയൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു ആ റെയിൻബോ വന്നത്. എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയൊരു കാര്യം എന്താ അറിയാം, ഈ ഫ്രഷ് ഫ്ലവേഴ്സ്, ഫ്ലവർ വേസിൽ നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ഇവർ വെക്കുന്നുണ്ട്. എല്ലാ ടേബിളിലും ഇവരിങ്ങനെ കണ്ടോ വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ വ്യൂ, ഇവിടെ ഒരാൾ ബിസിയാണ് അല്ലേ നേരാ. കഴിഞ്ഞോ? ഓക്കെ ബൈ എന്ന് പറ. ബൈ ഗൈസ്. എന്താ അവിടെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. ഇതാണ് നൈറ്റിലൊരു വ്യൂ കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ. നല്ല തണുപ്പുണ്ട്, ഒരു 11 to 12 ഡിഗ്രീസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. കുറച്ചുകൂടി ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ ഇത്രയും കാഴ്ചയുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. എന്താ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നു. സൂപ്പുണ്ട്, ചിക്കൻ മഞ്ചൂരിയൻ, ഫ്രൈഡ് റൈസ്, പൊറോട്ട, പാസ്ത. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. ഹായ് ഗൈസ്. ഹായ് അഞ്ചി. ഇന്നലെ ഡിന്നറിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി റൂമിൽ പോയി കുറച്ച് നേരം കത്തിരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് വേഗം ഉറങ്ങി. ഇന്നലെ ഈ ടേബിളിലിരുന്ന് ഡിന്നർ കഴിച്ചുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് നമ്മളുടെ ടേബിൾ എന്നാണ് നൗറ പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ സ്റ്റാർട്ട് ചെയ്യാൻ ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നേരത്ത് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഒരു ലോങ് വാളിൽ ഇങ്ങനെ ഒരു പെയിൻറ്റിങ്സ് ഞങ്ങൾ കണ്ടു. തമിഴ്നാട്ടിലെ കൾച്ചർ ആൻഡ് ഹിസ്റ്ററിയൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു അത്. ഫൈനലി ദ ബഫേ ഹാസ് സ്റ്റാർട്ടഡ്. ഏത് റിസോർട്ടിലോ ഹോട്ടലിലോ സ്റ്റേ ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഇസ് ദ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് കാണാം. കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ നഗറ്റ്സ് ഉണ്ടായിരുന്നു, സോട്ടേഡ് കോൺ, സാമ്പാർ, ഊത്തപ്പം, ഗോബി പൊറാട്ടയും രായ്ത്തയും, മസാല പോഹ, ഇഡ്ലി, പിന്നെ ടീ കോഫി, ടോസ്റ്റഡ് ബ്രെഡ്,
ബട്ടർ, പിന്നെ അതിൻ്റെ ആവശ്യമുള്ള സപ്ലൈസ്, പിന്നെ കോൺഫ്ലേക്സ്, ചോക്കോസ്, പിന്നെ ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ഡീസൻറ്റ് സ്പ്രെഡ്. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി. രാവിലത്തെ വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഒരു സൈക്ലിംഗ് ഏരിയ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ വുഡൻ കോട്ടേജ്. അവിടെ താമസിക്കുന്നത്, അവിടെ തുണിയൊക്കെ വിരിച്ചിട്ടേക്കാണ്. അവിടെ ഒരു വുഡൻ വില്ല സെറ്റപ്പാണത്. സൈക്ലിംഗ് ഉണ്ട് ഇവിടെ. ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞു, നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. അങ്ങനെ ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ അതിനുശേഷം അധികം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം മക്കൾ അത്യാവശ്യം ടയർഡ് ആൻഡ് ഇറിറ്റേറ്റഡൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ട് പോകാമെന്നുള്ള പ്ലാനൊക്കെ ക്യാൻസലാക്കി നേരെ വീട്ടിലേക്ക് വിട്ടു. എനിവേ, ഇതായിരുന്നു ഞങ്ങളുടെ ഊട്ടിയിലെ ചെറിയൊരു സ്റ്റേക്കേഷൻ്റെ വിശേഷങ്ങൾ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.